അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 ബുധനാഴ്ച. ഇന്ന് വിഷു. പൊൻകണി കണ്ടും പടക്കം പൊട്ടിച്ചും വിഷുക്കൈനീട്ടം നൽകിയും നാടുനീളെ വിഷു ആഘോഷം. എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ വിഷു ആശംസകൾ. വിഷു പ്രമാണിച്ച് ഇന്ന് സായന വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല. വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും കേന്ദ്ര സർക്കാർ MP-മാർക്ക് വിതരണം ചെയ്തു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനാണ് മണ്ഡല പുനർനിർണയ ബില്ലിലെ നിർദ്ദേശം. പുനർനിർണയത്തിന് സുപ്രീംകോടതി ജഡ്ജി അധ്യക്ഷനായുള്ള കമ്മീഷനെ നിയമിക്കും. വർദ്ധിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നായിരിക്കും. ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് മണ്ഡലങ്ങളുടെ എണ്ണമെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ഡലങ്ങൾ അനുവദിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ലോക്സഭ, നിയമസഭാ തലങ്ങളിൽ 33% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നതാണ് വനിതാ സംവരണ ബിൽ. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളെ മടക്കി അയച്ചെന്ന് അമേരിക്ക. ഹോർമൂസിനും ഇറാനു ചുറ്റുമായി 10,000 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. 12 പടക്കപ്പലുകളും 100 വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ടെന്നും US അവകാശപ്പെട്ടു. ഇതേസമയം 2 ദിവസത്തിനകം വീണ്ടും ചർച്ച നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉപരോധം തുടർന്നാൽ ഇറാന് പ്രതിദിനം 4,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസിൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണി നടപ്പായില്ല. US യുദ്ധക്കപ്പലുകൾക്ക് മുന്നിലൂടെ ചൈനയുടേതടക്കം 7 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയി. 2 കപ്പലുകൾ ഇറാനിയൻ തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്തു. അമേരിക്കയുടെ നിലപാടിന് നാറ്റോ സഖ്യകക്ഷികളുടെ പിന്തുണയില്ല. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷക ലിസ് മാത്യുവിനെയും ഹൈക്കോടതി അഭിഭാഷക AK പ്രീതയെയും കേരള ഹൈക്കോടതി ജഡ്ജിമാരാക്കാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തു. വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരുടെ സംഘടനകളുടെ അംഗീകാരത്തിനായി ഹിതപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് PR പോളാണ് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് വിജു എബ്രഹാം KCBയോട് വിശദീകരണം തേടി. ആവശ്യമായ അംഗബലമില്ലാതെയാണ് ഫെഡറേഷനിലെ ഒരു വിഭാഗത്തിന് അംഗീകാരം നൽകിയതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. LDF കേരളത്തിൽ വീണ്ടും അധികാരത്തിലേറി ചരിത്രം രചിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. ഓൺലൈനായി ചേർന്ന PB യോഗത്തിൽ LDF സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി അവകാശപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമോ സർക്കാരിനെതിരായ ന്യൂനപക്ഷ ഏകീകരണമോ ഉണ്ടായിട്ടില്ലെന്നാണ് CPM വിലയിരുത്തൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ MK റാമിനെ പുറത്താക്കുമെന്ന് കോളേജ് അധികൃതർ. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് KSU MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിലെ CCTV പരിശോധിക്കണമെന്ന് കുടുംബം. ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് നിതിന്റെ സഹോദരി ഭർത്താവ് അശോക് ആരോപിച്ചു. നിതിൻ രാജ് ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ ക്ലിനിക്ക് DYFI പ്രവർത്തകർ പൂട്ടിയിട്ടു. പോലീസ് ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകർ ക്ലിനിക്കിന് മുന്നിൽ കൊടിയും അംബേദ്കറിന്റെ ചിത്രവും സ്ഥാപിച്ചു. അതേസമയം കേസിലെ പ്രതികളായ അധ്യാപകർ ഒളിവിലാണ്. നിതിൻ രാജിന്റെ കുടുംബത്തിന് CPM വീട് നിർമ്മിച്ചു നൽകും. ഈ മാസം 19 വൈകിട്ട് 5 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീടിന് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു.
ലോകത്തെങ്ങുമുള്ള മലയാളികളുടെയും ആഘോഷമാണ് വിഷുവെന്നും എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാകണമെന്നും സതീശൻ ആശംസിച്ചു. ഏറെ ഉത്തരവാദിത്തമുള്ള ചുമതലയാണ് തന്നെ ഏൽപ്പിച്ചതെന്ന് ദേശീയ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ ജി കൃഷ്ണകുമാർ. പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുകയാണെന്നും വരും ദിവസങ്ങളിൽ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 വരെയും താപനില ഉയരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുറത്തിറങ്ങുന്നവർ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ നിർബന്ധമായും കരുതണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലെ കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പദം ഉന്നമിട്ടുള്ള നീക്കങ്ങളും പരസ്യ പ്രസ്താവനകളും തടയണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തു നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം. തന്ത്രിമാരുടെ അഭിപ്രായം തള്ളി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകക്കാരനായി ഈഴവ പ്രതിനിധിയെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് പൂജാ കാര്യങ്ങളിൽ നിന്ന് 5 തന്ത്രി കുടുംബങ്ങൾ വിട്ടുനിൽക്കുന്നു. ഉത്സവവുമായും ഇവർ സഹകരിച്ചേക്കില്ല. ഈ മാസം 28-നാണ് ഉത്സവം കൊടിയേറുന്നത്. കോഴിക്കോട് ഈസ്റ്റ് മൂഴികലിൽ 16-കാരിയെ കൊന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അദ്നാൻ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു നസ്രിനയെ അദ്നാൻ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ വിളിച്ച് 40 മിനിറ്റോളം സംസാരിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടതിനെക്കുറിച്ചും മേഖലയിലെ സുരക്ഷയെക്കുറിച്ചും സംസാരിച്ചെന്ന് മോദി എക്സിൽ കുറിച്ചു. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള തെക്കേ ഇന്ത്യൻ മുഖ്യമന്ത്രിമാർക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ കത്ത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് കത്തിൽ പറയുന്നു. പിണറായി ഗാരു എന്ന് അഭിസംബോധന ചെയ്താണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ കത്ത്. മണ്ഡല പുനർനിർണയത്തിൽ തമിഴ്നാടിന് അർഹമായ അത്രയും മണ്ഡലങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അനർഹമായ പ്രാധാന്യം നൽകി തമിഴ്നാടിന്റെ പദവി കുറയ്ക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിൽ BJP നേതാവ് സാമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. 20 വർഷം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ രാജ്യസഭാംഗമായതോടെ ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ തൽക്കാലം മന്ത്രിയാകില്ലെന്നാണ് സൂചന. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഛത്തീസ്ഗഡിലെ വേദാന്ത പവർ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 10 മരണം. ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 40-ലധികം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കാം. ഛത്തീസ്ഗഡിലെ സക്തി ജില്ലയിലെ സിംഗി താരായ് ഗ്രാമത്തിലെ വേദാന്ത ലിമിറ്റഡിന്റെ പവർ പ്ലാന്റിലാണ് സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് നാഗർകോവിലിൽ റോഡ് ഷോ നടത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അതിനാൽ തിരുവനന്തപുരത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. 11:30 മുതൽ രാത്രി 7 വരെ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഹസീന സയ്യിദ് ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ. കേരള മുഖ്യമന്ത്രിയാകാൻ വേണ്ടി KC വേണുഗോപാൽ വിജയുടെ TVKയുമായി സഖ്യത്തിന് ശ്രമിച്ചെന്ന ആരോപണം കള്ളവും അടിസ്ഥാനരഹിതവുമാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 5 വർഷത്തിനു ശേഷം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ബംഗാളിൽ BJPക്ക് വളരാൻ അവസരമൊരുക്കിയത് തൃണമൂലാണെന്നും ശാരദ തട്ടിപ്പ് പോലുള്ള അഴിമതികൾ ജനങ്ങൾ മറന്നിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൃക്ക റാക്കറ്റ് സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ രോഹിത് തിവാരി പിടിയിൽ. 12ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇയാൾ 30ഓളം ശസ്ത്രക്രിയകൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ശസ്ത്രക്രിയകൾ നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രോഹിത് തിവാരിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 25,000 രൂപ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. വിവാഹമോചനത്തിന് വിസമ്മതിച്ച ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും കാമുകനും ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി.
ഒഡീഷയിലെ ജാജ്പൂർ സ്വദേശിയായ സൌമ്യ രഞ്ജൻ സമാലിനെ പിന്തുടർന്ന് കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ ശുഭശ്രീ ബെഹ്റ, കാമുകൻ തപൻ ഖില്ലാർ തുടങ്ങി 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇറാന് ആയുധങ്ങൾ നൽകുന്നില്ലെന്ന് വ്യക്തമാക്കിയ ചൈന ഉപരോധ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. തങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ സാമ്പത്തിക നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രതികാര നടപടികൾ ഭയന്ന് സൌദി അറേബ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തുന്നു. സംഘർഷം മേഖലയിലെ സുരക്ഷയ്ക്കും ആഗോള എണ്ണ വിപണിക്കും കനത്ത ഭീഷണിയുയർത്തുന്ന സാഹചര്യത്തിലാണ് ഇത്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടർച്ചയായ 2ാം ജയം. 48 റൺസ് നേടി സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി ടോപ്പ് സ്കോററായ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 32 റൺസിനാണ് ചെന്നൈ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും വിജയപ്രതീക്ഷ ഉണർത്താനായില്ല. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസെടുക്കാനേ കൊൽക്കത്തയ്ക്കായുള്ളൂ. 2026 മാർച്ച് മാസത്തെ ICCയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സഞ്ജു സാംസണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു. 2020 ലോകകപ്പിലെ മിന്നും പ്രകടനമാണ് സഞ്ജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.